യെസ്, അപ്പോൾ നമ്മുടെ മോർണിംഗ് വാക്ക് അതിന്റെ ആദ്യഘട്ടം പിന്നിടുന്നു. ഇനിയുള്ള അരമണിക്കൂർ നേരം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തും. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 34 മിനിറ്റ് ആയിട്ടുണ്ട്. ഒരു പ്രകൃതി സൗഹൃദ ആർച്ചാണ് അല്ലേ? എനിക്ക് തോന്നുന്നു മുളന്തണ്ട് ഉണ്ടാക്കിയ പ്രകൃതി സൗഹൃദമായ ആർച്ച്. ഒരു ചീനവലയുടെ മിനിയേച്ചർ അവിടെ കാണാം. അങ്ങനെ നയന മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമ്മളിങ്ങനെ പ്രകൃതിയുടെ മടിത്തട്ടിലൂടെ നടക്കുമ്പോൾ നമ്മുടെ കുടുംബാംഗങ്ങളുടെ ബർത്ത്ഡേ വരുന്നുണ്ട്. ഒന്ന് നമ്മുടെ പ്രേക്ഷകനായ മായിസിൻ്റെതാണ്. നമ്മുടെ എല്ലാമെല്ലാമായ നമ്മുടെ കാട്ടുപറമ്പൻ ചേട്ടൻ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന സുമിത് കുമാറിന്റെയും ബർത്ത്ഡേ ആണ്. രണ്ടുപേർക്കും ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ മറ്റൊരു വാർത്ത, നേരത്തെ CSR ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുതിയ ഒരു വാർത്ത കൂടി വരുന്നു. ഈ CSR ഫണ്ടിന്റെ മറവിൽ പകുതി വിലയ്ക്ക് സ്കൂട്ടർ വാഗ്ദാനം ചെയ്ത് നടത്തിയ തട്ടിപ്പിൽ സീഡ് സൊസൈറ്റിക്കെതിരെയും അനന്തു കൃഷ്ണനെതിരെയും പരാതി നൽകാൻ ഗുണഭോക്താക്കൾ തയ്യാറാകുന്നു. CPIM ഇടുക്കി ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി എത്തുമ്പോൾ പരാതി നൽകാനാണ് ഇവരുടെ തീരുമാനം. 350 പരാതികളിൽ 12 കേസുകളാണ് നിലവിൽ ഇടുക്കി ജില്ലയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. എൻ്റെ കടയുടെ മേളിലാണ് ഇവരുടെ ഓഫീസ് ഇരിക്കണത്. അപ്പോൾ ആൾക്കാരൊക്കെ വന്നിങ്ങനെ പൈസ അടയ്ക്കണം, ഫണ്ട് കിട്ടണമെന്നൊക്കെ അറിഞ്ഞപ്പം ആദ്യത്തെ ട്രിപ്പ് ഞാൻ കൊടുത്തില്ല. രണ്ടാമത്തെ ഗഡുവിൽ ഞാനും ഇങ്ങനെ അപേക്ഷിച്ചിരുന്നു. അത് ഇത്ര നാളായപ്പോൾ ഉടനെ കിട്ടും എന്നൊക്കെ അവർ പറഞ്ഞു. അങ്ങനെ കേട്ടോണ്ടിരുന്നു. ഇതുവരെ കിട്ടിയിട്ടില്ല. ഇപ്പോൾ തട്ടിപ്പാണെന്ന് ഇപ്പോൾ ഞാനും അറിയണത്. ഈ സീഡിൻ്റെ വണ്ടി പൈസ ഒരു വണ്ടി പറഞ്ഞു അപേക്ഷയ്ക്ക് പറഞ്ഞു. 20-ാം തീയതി അപേക്ഷിക്കാൻ പറഞ്ഞു. 25-ാം തീയതി അപേക്ഷിച്ചു. പൈസ അടച്ചു. ബാങ്ക് മുഖാന്തരം പൈസ അടച്ചു. ഞങ്ങൾക്ക് വണ്ടി കിട്ടുമെന്ന് പറഞ്ഞു. വണ്ടി ഇതുവരെ കിട്ടിയിട്ടില്ല. മഞ്ജു എന്ന് പറഞ്ഞൊരു കോർഡിനേറ്ററാണ് അവരോട് വന്നത്. ഞങ്ങൾക്ക് 2 വീലർ തന്നെ അടച്ചതാണ്. ഒരു കോർഡിനേറ്റർ മഞ്ജു ഷാൻ എന്ന് പറഞ്ഞു കോർഡിനേറ്റർ വഴിയാണ്. ഒന്നും പറയുന്നില്ല. ഇപ്പം ഞങ്ങൾ കേസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കേസ് കൊടുത്തു. ചോദിച്ചവർക്ക് തരുന്ന പറഞ്ഞത്, ഇതുവരെ തന്നില്ല. എപ്പോൾ ചോദിച്ചാലും നിങ്ങൾ പേടിക്കണ്ട, കിട്ടുമെന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. നിലവിൽ ഞങ്ങളെല്ലാം ഒരുമിച്ച് തീരുമാനിച്ച് പരാതി കൊടുക്കാനാണ് തീരുമാനിച്ചേക്കണത്. മറ്റേ സീഡ് സൊസൈറ്റിയുടെ ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഒരു പ്രതികരണം ഞങ്ങൾക്കില്ല. പിന്നെ ഫണ്ട് അയച്ചാൽ ഞങ്ങൾ റീഫണ്ടിന് കൊടുത്ത ആൾക്കാരുണ്ട്, അല്ലാതെ വണ്ടിക്കും ഹോം അപ്ലയൻസിനൊക്കെ പൈസ കൊടുത്തവരുണ്ട്. പക്ഷെ അവർക്കൊന്നും അറിയില്ല എന്നാണ് അവർ പറയുന്നത്. ഞാൻ വണ്ടിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഹോം അപ്ലയൻസിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് മേളിലുണ്ട് ആകെ. ഇപ്പോൾ ഇതിൽ മെമ്പർഷിപ്പ് എടുത്തിട്ട് ഇപ്പോൾ 2-3 വർഷമായി മെമ്പർഷിപ്പ് എടുത്തിട്ട്. അതിനുശേഷം നമുക്ക് തയ്യൽ മെഷീൻ കിട്ടിയിട്ടുണ്ട്, പല സാധനങ്ങളും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ വിശ്വസിച്ചതുകൊണ്ട്. യെസ്, രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചെയ്യുന്നുണ്ടല്ലേ? രാഹുലെ, ഈ തട്ടിപ്പ് അതിന്റെ നീളം അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് അപ്പുറത്താണെന്ന് മനസ്സിലാവുന്നു. പരാതി പ്രവാഹം എന്ന് പറയാം, ഒന്നിന് പിറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുന്നു. എന്താണ് ഇപ്പോൾ ഈ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് പറയുന്നത്? ഈ സീഡ് സൊസൈറ്റിക്കെതിരെയാണല്ലോ പ്രധാനമായ ആരോപണം. എന്ത് പറഞ്ഞു വിശ്വസിപ്പിച്ചു എന്നാണ് ഇപ്പോൾ ഈ പരാതിക്കാർ പറയുന്നത്? പ്രജിൻ, പരാതിയുടെ കാര്യം പറയുമ്പോൾ ഇടുക്കിയിൽ നിലവിൽ 350 പരാതികൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതിൽ 12 കേസുകൾ മാത്രമാണ് എടുത്തിരിക്കുന്നത്. 11 കേസുകൾ ഈ അടുത്ത ദിവസങ്ങളിൽ കൊടുത്ത കേസുകളും ഒരു കേസ് 2019 രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുമാണ്. അങ്ങനെ 12 കേസുകൾ മാത്രമേ അനന്തു കൃഷ്ണനെതിരെ ഉള്ളൂ. ഈ 350 പരാതികളിൽ കൂടുതലും മാസ് പെറ്റീഷനുകളാണ്. 10-20 പേർ ഒരുമിച്ച് ചേർന്ന് കൊടുക്കുന്ന പരാതികളായതുകൊണ്ട് ആളെണ്ണം ആ പരാതിക്കാരിൽ കൂടുതലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി പറയുന്ന കാര്യം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സ്കൂട്ടർ വാങ്ങാൻ വേണ്ടി മാത്രമല്ല ആളുകൾ പണം കൊടുത്തിരിക്കുന്നത്. ഇടുക്കി ജില്ലയിൽ കൂടുതൽ ആളുകൾ ഈ ഹോം അപ്ലയൻസസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി പകുതി പണം കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ സ്കൂട്ടറും ഈ ഹോം അപ്ലയൻസസും അതുപോലെ തന്നെ കാർഷിക ഉൽപ്പന്നങ്ങളും എല്ലാം കൂടെ ചേർത്ത് ഏകദേശം 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ കൊടുത്തവരാണ് ഇടുക്കിയിലുള്ള ഭൂരിഭാഗം ആളുകൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ ഈ കോർഡിനേറ്റർമാരൊക്കെ വിളിച്ചാൽ ഫോണെങ്കിലും എടുക്കുമായിരുന്നു. ഇപ്പോൾ അതുപോലും ഇല്ലാത്ത അവസ്ഥയായ സ്ഥിതിക്ക് പരാതി കൊടുക്കാൻ വേണ്ടി തന്നെയാണ് ഇവരുടെ തീരുമാനം. പോലീസിൽ പരാതി കൊടുത്താൽ അത് സ്വീകരിക്കുന്നില്ല. മാസ് പെറ്റീഷനായിട്ട് തരാനുള്ള ഒരു മറുപടി പോലീസ് നൽകുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി കൊടുക്കാമെന്നുള്ള തീരുമാനത്തിലേക്ക് പോയിരിക്കുന്നത്. CPM ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് നടക്കുന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി മുഖ്യമന്ത്രി തൊടുപുഴയിലെത്തുമ്പോൾ ഒരു മാസ് പെറ്റീഷൻ കൊടുക്കാൻ വേണ്ടിയുള്ളൊരു തീരുമാനമാണ് ആ തൊടുപുഴയിൽ നിന്നുള്ള ഈ തട്ടിപ്പിനിരയായവർ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അനന്തു കൃഷ്ണനും മാത്രമല്ല അനന്തകുമാറിനെതിരെയും NGOയുടെ ചെയർമാനായിട്ടുള്ള അനന്തകുമാറിനെതിരെയും പരാതി കൊടുക്കാനാണ് തീരുമാനം. മാത്രമല്ല ഈ അനന്തു കൃഷ്ണൻ സ്വന്തം നാട്ടിൽ സ്വന്തം വീടിനടുത്തുള്ള ഒരു കെട്ടിടത്തിൽ സ്ഥാപനം തുടങ്ങി അവിടെ നിന്ന് ആളുകളിൽ നിന്ന് 40 ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നുള്ള കാര്യം കൂടി ഈ ഘട്ടത്തിൽ പറയുന്നുണ്ട്. തട്ടിപ്പിന്റെ അനന്തകൃഷ്ണൻ മോഡലില് അദ്ദേഹം സ്വന്തം വളർച്ചയ്ക്കായുള്ള വിത്തിടാനുള്ള സീഡ് സൊസൈറ്റി ആയിരുന്നു ഉണ്ടാക്കിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അതിന് പിന്നാലെ അധികൃതരുണ്ട്, പോലീസുണ്ട്. അപ്പോൾ നമുക്ക് ഈ മോർണിംഗ് വാക്കിന് സമയത്ത് നമ്മുടെ കുറെ നാട്ടുകാരുടെ ഉണ്ട്. നമുക്ക് ഇവരോട് കാര്യങ്ങളൊക്കെ ചോദിക്കണ്ടേ? നാട്ടുകാരും ഉണ്ട്, ഒരു മെസ്സി, ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് ഉണ്ട്. വന്നേ,
പിള്ളേരൊക്കെ ഉണ്ടല്ലേ? അതെ, അതെ. Okay. ഇവിടെ വീട് ഇവിടെ തന്നെയാണോ? സ്വന്തം ഇവിടെ തന്നെ. ഈ ഒരു വാക്ക് വേ, നമ്മുടെ പഴന്തോട് വാക്ക് വേ, ഇവിടെ ഒരുപാട് പേര് രാവിലെ എത്താറുണ്ടല്ലേ? എത്താറുണ്ട്. എങ്ങനെയാണ് ഇവിടുത്തെ ആൾക്കാരുടെ ഒരു രീതി? എങ്ങനെയാണ് ഈ എക്സസൈസിനൊക്കെ ഓപ്പൺ ജിമ്മൊക്കെ ഉണ്ടെന്ന് കണ്ടു. ഒരു ശരിക്കും പറഞ്ഞാൽ പണ്ട് ഇബ്രാഹിം കുഞ്ഞ് MLA തുടങ്ങി വെച്ചൊരു സംരംഭമാണ് ഈ ഒരു പഴന്തോട് ഫെസ്റ്റ് നന്നാക്കുക. ഇങ്ങനത്തെ തോടിനെ നവീകരിച്ചതെന്ന്. അതിനുശേഷം അടുത്ത മന്ത്രി പി രാജീവ് അദ്ദേഹത്തിൻ്റെ പരിശ്രമ ഫലമായിട്ട് വാക്വേയും നമ്മുടെ കാണുന്ന നമ്മുടെ ഈ പറഞ്ഞ പാർക്ക് എല്ലാം വന്നു. 2 വർഷം മുമ്പ് ശ്രീ സുജിത്ത് വാങ്ങട് സുജിത്ത് പ്രതീഷ് ഇങ്ങനെയുള്ളവരുടെ ഒരു ആശയം, നമുക്ക് ഈ മലയാറ്റൂർ നക്ഷത്ര തടാകം കാണാൻ പോകണ്ട, പകരം നമുക്കൂടെ നക്ഷത്ര തടാകം തുടങ്ങാം. ആ ഒരു ആശയം നമ്മളവിടെ പോയിരുന്നു, ഇതുപോലെ മോർണിംഗ് വാക്കിന് മലയാറ്റൂർ പോയിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ആശയം കൂടെ നിന്നോളൂ കേട്ടോ, നാട്ടുകാരന്ന് കാണട്ടെ. നല്ലൊരു അങ്ങനെ ഒരു ആശയത്തിന്റെ പുറത്ത് നമ്മൾ ഒരു സംരംഭം തുടങ്ങിയാണ്. ഇവരാണ് ഇതിന്റെ മുൻകൈ എടുത്ത്. ഇതെന്റെ മകളാണ്. പിന്നെ ഉള്ള ഈ കുട്ടികൾ, ഈ ചെറിയ കുട്ടികൾ മുതൽ ഈ പഴന്തോട് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. പോളം മൂടി വളരെ പരിതാപകരമായ അവസ്ഥയിലായിരുന്നു. അതിൽ നിന്ന് ഈ കുട്ടികൾ വരെ അണാർക്കണ്ണം തന്നാലെ അതുകൊണ്ട് പോളെല്ലാം വാരി ഈ പരുവത്തിലാക്കിയത് ഈ കുട്ടികളാണ്. അപ്പൊ അവരോട് ചോദിക്കാം അല്ലേ, അവരാണ് മാതൃകയാണ്. മെസ്സിഫാനാണോ? ആദ്യം അത് ചോദിക്കാം. അതെ അതെ, ഞാനും. അതുകൊണ്ടാണ് അപ്പൊ അതുകൊണ്ടാണ്. ഇയാളോ? മെസ്സി തന്നെയാണ്. ആരുടെ ജേഴ്സി ഇത്? കേരള ബ്ലാസ്റ്റേഴ്സിനെയാണോ? കുടുംബമായിട്ട് മെസ്സി ഫാൻസാ. ലൂണയാണ്. അതെ, എന്നാലും മെസ്സി ഇഷ്ടല്ലേ? അപ്പൊ മോനെ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് പറയൂ, നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് മാതൃകയാക്കട്ടെ പിള്ളേരെ. ഇവിടെ എല്ലാ കുളങ്ങളും ഇതൊക്കെ വൃത്തിയാക്കി ഇങ്ങനെ പരിപാടി നടത്താം, അതായിരിക്കും നല്ലത്. അപ്പൊ ചെറുത് മോൻ ഈ പറയുന്ന പോലെ ഇങ്ങനെ വൃത്തിയാക്കാനൊക്കെ കൂടാറുണ്ടോ? വെരി ഗുഡ്. യെസ്, നേരത്തെ പറഞ്ഞു സുജിത്തും ടീമുമാണ് ഇതിന്റെ മുന്നിൽ നിന്ന ആൾക്കാർ അല്ലെ? 2 പേരുണ്ട്. പിന്നെ ഓക്കെ, എങ്ങനെയായിരുന്നു ഇതിന്റെ ഒരു പ്രവർത്തനം? എങ്ങനെയായിരുന്നു പ്രവർത്തനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കുറച്ച് ക്ലബ്ബുകൾ ഇവിടെ ഉണ്ടായിരുന്നു. നമ്മളിവിടെ കേന്ദ്രീകരിച്ച് ഈ ഒരു പ്രദേശത്ത് കേന്ദ്രീകരിച്ച് ഒരു 3-4 ക്ലബ്ബുകളുണ്ട്. അതുപോലെ SNAC ക്ലബ്ബ്, കരീബിയൻസ് ക്ലബ്ബ്, അതുപോലെ മിലീനിയം. അപ്പോൾ ഈ ക്ലബ്ബിലെ കുട്ടികൾ ചേർന്നിട്ട് നമ്മളൊരു മീറ്റിംഗ് കൂട്ടിയിട്ട് ഒരു തീരുമാനം എടുക്കുമായിരുന്നു, ഇങ്ങനെ ഒരു ഫെസ്റ്റ് നടത്തിയാലോ എന്നുള്ളത്. അതിൻ്റെ ഒരു പ്രധാന പ്രചോദനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും മലയാറ്റൂർ തടാകം തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ വർഷമാണ് നമ്മളത് കണ്ടക്ട് ചെയ്തത്. അപ്പോൾ ആദ്യത്തെ വർഷത്തിൽ തന്നെ ഞങ്ങൾക്ക് നല്ലൊരു പബ്ലിസിറ്റി ഇതിന് നേടിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നല്ലൊരു പങ്കാളിത്തം ഉണ്ടായിരുന്നു ആദ്യത്തെ വർഷം. ഇത്തവണ അതിലും ഗംഭീരമായിട്ടാണ് നമ്മൾ ചെയ്തത്. ഇപ്പോൾ അയലോ പഴന്തോട് എന്നുള്ള ബോർഡ് വന്നത് തന്നെ ഈ വർഷമാണ്. അതുപോലെ ഫൗണ്ടൻസ് വകരെ നമ്മൾ സെറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഇതെല്ലാം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള ചെറുപ്പക്കാരായ കുട്ടികൾ, ചെറിയ കുട്ടികൾ മുതൽ ഇപ്പോൾ ഈ ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ മുതൽ വലിയവരുടെ വരെയുള്ള ഒരു കൂട്ടായ്മ കൊണ്ട് മാത്രമാണ് നമുക്കിത് ചെയ്യാൻ സാധിച്ചത്. അപ്പോൾ അതിൽ ജനങ്ങളുടെ മൊത്തം പങ്കാളിത്തം ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി വരുന്ന വർഷങ്ങളിലും ഇതിലും ഗംഭീരമായിട്ട് ഞങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ അതിന്റെ ഒരു സപ്പോർട്ടും കാര്യങ്ങളും നമുക്ക് മീഡിയയിൽ നിന്നും എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കണം. അതിന്റെ ഭാഗത്തായിട്ടാണ് നമ്മൾ ഇവിടെ എത്തിയത്. നമ്മളിങ്ങനെ ഈ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത്. എനിക്കൊന്ന് അങ്കമാലിക്ക് അടുത്ത് ഇതുപോലെ ഒരു നക്ഷത്ര തടാകമുണ്ട് അല്ലെ? അപ്പം അവിടെ നമ്മൾ പോയിരുന്നു. അപ്പോൾ ജനപങ്കാളിത്തത്തോടുകൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാമെന്നുള്ള ഉദാഹരണമാണ്. അപ്പൊ അതിൽ എന്നെ ഏറ്റവും ആകർഷിച്ചത് എന്താ അറിയോ? ഒരു കുട്ടി ലൈബ്രറി, ഒറ്റ കുഞ്ഞ് ഓപ്പൺ ജിമ്മിന്റെ അടുത്തുണ്ട് അല്ലേ? അപ്പൊ സ്വയം അതിൽ നിന്ന് പുസ്തകം രാജീവ് മിനിസ്റ്റർ തന്നാണ്. പാപ്പാർക്ക് രാജീവ് മിനിസ്റ്റർ എന്നാണ് ഈ സ്ട്രക്ചർ ഉണ്ടാക്കിയത്. ഇബ്രാഹിം മിനിസ്റ്ററാണ്. ഞങ്ങൾക്ക് സ്വന്തമായിട്ട് 2 മിനിസ്റ്റർമാരുണ്ടായിരുന്നു. അപ്പോ നാട്ടുകാരെല്ലാം സപ്പോർട്ടുണ്ട് എന്ന കാര്യം വ്യക്തമാണ്. കാരണം ഇത്രയും ആൾക്കാർ എത്തിയിട്ടുണ്ട്. പക്ഷെ എല്ലാവരും മുന്നിൽ നിൽക്കുന്നവരാണ്. അങ്ങനെയാണ് വേണ്ടത്. ഒരു പോലീസിന്റെ സംരക്ഷണം ഒന്നും ഇല്ലാതെയാണ് ഞങ്ങൾ ഇത്രയും ഇവിടെ ശരിക്കും 10,000-കണക്കിന് ആൾക്കാർ വന്നു. ഒരു സംരക്ഷണവും ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ നമ്മൾ ഈ കാര്യങ്ങൾ എല്ലാവരും ഉണ്ടാവും ഇവിടെ. അങ്ങനെ സ്ത്രീകൾ മാറ്റി നിൽക്കുക അങ്ങനെ ഒന്നുമില്ല. ഇവിടെ കുറെ ചേച്ചിമാരുണ്ട്, രാവിലെ വരും. ഇവർ ക്ലീനിങ് ചെയ്യുമ്പോൾ ഇവിടെ ഫുഡ് അവരുടെ വകയായിരിക്കും. അങ്ങനെ എല്ലാം നമുക്ക് എല്ലാ നാട്ടുകാരുടെ ഒരു സപ്പോർട്ടോടുകൂടി തന്നെ നമ്മളെല്ലാം യെസ്. അപ്പൊ ആ രീതിയിൽ തന്നെയാണ് നാട്ടുകാരുടെ ഒരു സംരംഭമായിട്ട് ഇത് മാറിയിട്ടുണ്ട്. ഇവിടെ വന്ന് ഇതിന്റെ സുഖം രാവിലെ തൊട്ട് അനുഭവിക്കുന്നതാണ് ഇവരൊക്കെ. അപ്പൊ പല രീതിയിൽ പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യാനും ഒക്കെ ഈ സ്പേസ് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതെന്താണ് നമ്മളെ ക്ലാസിന്റെ ഒരു പോസ്റ്ററാണ്. അപ്പൊ നമ്മൾ അടുത്ത ആഴ്ച പഴന്തോടുള്ള ഒരു ചെറിയൊരു വർക്ക്ഷോപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റേതായ ഒരു പോസ്റ്റർ കൊടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇവിടെയല്ല, സൗജന്യമായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ അമ്മമാർ അനുഭവിക്കുന്ന ഒരുപാട് സ്ട്രെസ്സും കാര്യങ്ങൾക്കൊക്കെ കുറച്ച് റിലീഫ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അടുത്ത ആഴ്ച ഒരു ഫ്രീ വർക്ക്ഷോപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ നർത്തകി ഫിറ്റ്നസ് സെന്റർ ആണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ അമ്മമാർക്ക് PCOD, തൈറോയ്ഡ് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ മെയിനായിട്ട് തടി കുറയ്ക്കാം എന്നുള്ള ലക്ഷ്യമാണ് നമുക്ക് എല്ലാവരും അമ്മമാരെ നോക്കുന്നത്. അപ്പൊ അതിനോടനുബന്ധിച്ച് നമ്മള് അടുത്ത ആഴ്ചയിലേക്ക് ഒരു ഫ്രീ വർക്ക്ഷോപ്പ് ചെയ്യുന്നുണ്ട് നമ്മുടെ നർത്തകി ഫിറ്റ്നസ് സെന്റർ. നല്ല കാര്യമാണ്. സമ്മർദ്ദമുള്ള അമ്മമാരൊക്കെ വരിക കേട്ടോ. അപ്പൊ നമുക്ക് ഒരു വാർത്തയിലേക്കൂടെ പോകേണ്ടത്. താങ്ക് യു. അപ്പൊ എല്ലാവർക്കും താങ്ക്സ് കേട്ടോ.
അടുത്ത വാർത്ത നമുക്ക് പി സി ജോർജുമായി ബന്ധപ്പെട്ട ഒരു കേസിന്റെ അപ്ഡേഷനാണ്. ഈ വിദ്വേഷ പരാമർശ കേസിൽ പി സി ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി ഇന്നുണ്ടാകും എന്നാണ് അറിയാൻ കഴിയുന്നത്. കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. ഇരുഭാഗത്തിന്റെയും വിശദമായ വാദം കേട്ട ശേഷമാണ് കോടതി വിധി പറയാൻ തീരുമാനിച്ചത്. നേരത്തെ 4 തവണ കേസ് മാറ്റിവെച്ചിരുന്നു. ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്നതിനിടയിലാണ് പി സി ജോർജ് വിവാദ പരാമർശം നടത്തിയത്. തുടർന്ന് ഫേസ്ബുക്കിലൂടെ പി സി മാപ്പ് പറഞ്ഞെങ്കിലും യൂത്ത് ലീഗ് പരാതി നൽകുകയായിരുന്നു. ഇരാറ്റുപേട്ട പോലീസാണ് പി സി ജോർജിനെതിരെ കേസെടുത്തത്. മറ്റൊരു വാർത്തയുടെ അപ്ഡേഷനോട് പോവാം. മുനമ്പം ഭൂമി തർക്കത്തിൽ ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം ചോദ്യം ചെയ്തുള്ള ഹർജികൾ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുന്നുണ്ട്. ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുക. വിഷയം വഖഫ് ട്രൈബ്യൂണലിന്റെ പരിഗണനയിലിരിക്കെ എങ്ങനെ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കാനാകുമെന്ന് കഴിഞ്ഞ തവണ കോടതി ചോദിച്ചിരുന്നു. കുടിയൊഴിപ്പിക്കൽ ഭീഷണി നേരിടുന്നവരുടെ കയ്യിലുള്ള രേഖകളുടെ നിയമസാധുത എന്താണ് എന്നും കോടതി ആരാഞ്ഞിട്ടുണ്ട്. മുനമ്പത്തെ ഭൂമി ഏറ്റെടുക്കാനാകുമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ മറുപടി. മുനമ്പം ജനത നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാനാണ് ജുഡീഷ്യൽ കമ്മീഷനെന്നും സർക്കാർ അറിയിച്ചിരുന്നു. അതേസമയം കയ്യേറ്റക്കാരെ സഹായിക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ ശ്രമം എന്നായിരുന്നു പരാതിക്കാരായ വഖഫ് സംരക്ഷണ വേദിയുടെ ആക്ഷേപം. മറ്റൊരു റിപ്പോർട്ടിലേക്ക് പോകാം അല്ലേ പെട്ടെന്ന്. അതെ, അപ്പോൾ ഇത്തവണ നിരവധി മലയാളികൾക്ക് പത്മ പുരസ്കാരങ്ങൾ കിട്ടിയിരുന്നു. നമ്മൾ അതിൽ വളരെയധികം സന്തോഷിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ ഇപ്പോൾ വരുന്ന ഒരു റിപ്പോർട്ട് കേരളം നൽകിയിരുന്ന പേരുകളിൽ ചിലതൊക്കെ അങ്ങ് വെട്ടിക്കളഞ്ഞു എന്നാണ്. ആ റിപ്പോർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ കേരളം നിർദ്ദേശിച്ച ഭൂരിപക്ഷം പേരുകളും തള്ളിയാണ് ഇത്തവണയും പത്മ പുരസ്കാരങ്ങൾ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത്. കെ എസ് ചിത്രയ്ക്ക് പത്മവിഭൂഷൺ, മമ്മൂട്ടിക്ക് പത്മഭൂഷൺ, പ്രൊഫസർ എം കെ സാനുവിന് പത്മശ്രീയും നൽകണമെന്നായിരുന്നു കേരളത്തിന്റെ ശുപാർശ. കേരളം കേന്ദ്രത്തിന് നൽകിയ ശുപാർശ പട്ടിക 24 ലഭിച്ചു. 24 എക്സ്ക്ലൂസീവായ പട്ടിക പ്രേക്ഷകർ മുന്നിലേക്ക് എത്തിക്കുകയാണ്. റിപ്പബ്ലിക് ദിനത്തിൽ പ്രഖ്യാപിച്ച പത്മ പുരസ്കാരങ്ങളിൽ കേരളം നിർദ്ദേശിച്ച പേരുകളിൽ ഭൂരിപക്ഷവും കേന്ദ്ര സർക്കാർ പരിഗണിച്ചില്ലെന്ന് തെളിയിക്കുന്നതാണ് പുറത്തുവരുന്ന രേഖകൾ. സംസ്ഥാന സർക്കാർ ശുപാർശ പ്രകാരം എഴുത്തുകാരൻ എം ടി വാസുദേവൻ നായർക്ക് പത്മവിഭൂഷണം, ഒളിമ്പ്യൻ PR ശ്രീജേഷിന് പത്മഭൂഷണം മാത്രമാണ് നൽകിയത്. സംസ്ഥാന സർക്കാർ നൽകിയ 20 അംഗ പട്ടികയിൽ ഇടം പിടിക്കാത്ത ഹൃദയ ശസ്ത്രക്രിയ വിദഗ്ധനായ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറത്തിനും സിനിമാ താരവും നർത്തകിയുമായ ശോഭനയ്ക്കും പത്മഭൂഷൺ നൽകി. മലയാളി ഫുട്ബോൾ താരം IM വിജയൻ, കലാകാരി ഓമനക്കുട്ടിയമ്മ എന്നിവർക്കും പത്മശ്രീ നൽകി. കേരളം നൽകിയ പട്ടികയിൽ KS ചിത്രയ്ക്ക് പത്മവിഭൂഷണും മമ്മൂട്ടിക്കും എഴുത്തുകാരൻ T പത്മനാഭനും പത്മഭൂഷണം നൽകണമെന്നായിരുന്നു ശുപാർശ. ഇത് പൂർണ്ണമായും കേന്ദ്രം തഴഞ്ഞു. സംസ്ഥാന സർക്കാർ നൽകിയിട്ടുള്ള T പത്മനാഭൻ കേരളത്തിലെ സാമൂഹ്യ സാഹിത്യ രംഗത്ത് നിറഞ്ഞിരിക്കുന്ന MK സാനു മാഷ്, സംഗീത രംഗത്തുള്ള സൂര്യകൃഷ്ണമൂർത്തി ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾക്കൊന്നും ഈ പ്രാവശ്യത്തെ പത്മ പുരസ്കാരം ലഭിച്ചിട്ടില്ല. അപ്പോൾ ഇത് കാണിക്കുന്നത് കേന്ദ്ര സർക്കാർ എടുക്കുന്ന രാഷ്ട്രീയ നിലപാടിലൂടെ തന്നെയാണ് പത്മ പുരസ്കാരങ്ങളൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്നത്. പ്രൊഫസർ MK സാനു, സൂര്യകൃഷ്ണമൂർത്തി, വൈക്കം വിജയലക്ഷ്മി, പുനലൂർ സോമരാജൻ, പത്മിനി തോമസ്, K ജയകുമാർ IAS, വ്യവസായി TS കല്യാണരാമൻ എന്നിവർക്ക് പത്മശ്രീ നൽകണമെന്ന കേരളത്തിന്റെ ശുപാർശയും കേന്ദ്രം പരിഗണിച്ചില്ല. കേരളം നൽകിയ പട്ടികയിൽ ഒരാളെപ്പോലും പത്മശ്രീക്ക് പരിഗണിച്ചില്ല. അരുൺരാജ്, 24 കൊല്ലം. യെസ്, അപ്പോൾ അതാണ് പത്മ പുരസ്കാരങ്ങൾ കുറേയധികം കിട്ടണമായിരുന്നു. ശരിക്കും ആ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ എന്താണ് തള്ളിക്കളയാനുള്ള കാരണം, അതൊക്കെ വഴിയെ വരട്ടെ അല്ലേ. നമ്മുടെ പ്രേക്ഷകർ വളരെ പ്രതിഷേധത്തിലാണ്. ആരുടെയും കമന്റ് വായിക്കുന്നില്ല. ദിവ്യ VK ഉണ്ട്, തോമസ് കുട്ടി കലഞ്ഞൂരുണ്ട്. മലയാളികളുടെ അത്യാഗ്രഹം എന്തെങ്കിലും മാറുമോ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ ഒരുപാട് പുതിയ പ്രേക്ഷകരെല്ലാം പുതിയ നാട്ടുകാരെയൊക്കെ നമ്മൾ പരിചയപ്പെടുത്തിയല്ലോ. അതെ, ജോയ് വർക്കല 112ാമത്തെ മെസ്സേജ് ആണ്, ഇതുവരെ വായിച്ചിട്ടില്ല എന്ന് പറയാം. ജോയ് വർക്കല 12ാമത്തെ മെസ്സേജ് ഇപ്പോൾ ക്രിസ്ത്യൻ ചെറിയ വായിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അതാ. നമുക്ക് അടുത്തൊരു വാർത്തയിലേക്ക് പോവാം പെട്ടെന്ന്. ആഭ്യന്തര വകുപ്പിനെതിരെ CPIM ജില്ലാ സമ്മേളന പ്രതിനിധികൾ ഉന്നയിച്ച വിമർശനങ്ങൾ തള്ളി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഒറ്റപ്പെട്ട പാളിച്ചകൾ ഉണ്ടെങ്കിൽ പരിഹരിക്കും എന്നാണ് വിശദീകരണം. പ്രവർത്തനത്തിൽ അലംഭാവം കാണിച്ചതിനാലാണ് EP ജയരാജന്റെ പേരിൽ നടപടി വന്നതെന്നും PP ദിവ്യക്കെതിരെ ഉചിതമായ സമയത്ത് നടപടിയെടുത്തെന്നുമാണ് സംസ്ഥാന സെക്രട്ടറി പറയുന്നത്. വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് രാഹുൽ വിജയനാണ് ചേരുന്നത്. വീണ്ടും രാഹുൽ, വെരി ഗുഡ് മോർണിംഗ്. ഈ ആഭ്യന്തര വകുപ്പിനെതിരെ CPIM ജില്ലാ സമ്മേളനത്തിൽ പ്രതിനിധികൾ ഉന്നയിച്ച എല്ലാ വിമർശനങ്ങളും തള്ളിയിരിക്കുകയാണല്ലോ CPIM സംസ്ഥാന സെക്രട്ടറി.
കൃഷ്ണ, കഴിഞ്ഞ 2 ദിവസമായി നടക്കുന്ന ഇടുക്കി CPIM ജില്ലാ സമ്മേളനത്തിൽ അതിരൂക്ഷ വിമർശനമാണ് ആഭ്യന്തര വകുപ്പിനെതിരെയും പോലീസിനെതിരെയും പ്രതിനിധികൾ ഉന്നയിച്ചത്. പക്ഷേ അതെല്ലാം തള്ളുകയാണ് MV ഗോവിന്ദൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചില പാളിച്ചകളൊക്കെ ഉണ്ടായിരിക്കാം, പക്ഷേ അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിയും. കോവിഡ് കാലത്ത് ഉൾപ്പെടെ മാതൃകാപരമായ പ്രവർത്തനമാണ് പോലീസ് നടത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ MV ഗോവിന്ദൻ ഈ പൊതുചർച്ചയ്ക്ക് ശേഷമുള്ള മറുപടിയിൽ പറഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലെ കൗതുകം നമ്മൾ ഇന്ന് രാവിലെ കൊടുത്ത വാർത്തയും ഇന്നലെ പത്തനംതിട്ടയിൽ നിന്നുണ്ടായ പോലീസിന്റെ വാർത്തയും ഉൾപ്പെടെ ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ അതെങ്ങനെ സാധിക്കുന്നു എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുകയും ചെയ്യുന്നു. എന്നിരുന്നാലും പോലീസിനെ സംരക്ഷിക്കുന്ന നിലപാടും MV ഗോവിന്ദൻ അവിടെയും സ്വീകരിച്ചു. പ്രതിനിധികൾ പറഞ്ഞ എല്ലാ വിമർശനങ്ങളും തള്ളിക്കൊണ്ടായിരുന്നു MV ഗോവിന്ദന്റെ മറുപടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല EP ജയരാജൻ പ്രവർത്തനത്തിൽ അലംഭാവം കാണിച്ചു, അതുകൊണ്ടാണ് നടപടി വന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ മറുപടി പറഞ്ഞു. PP ദിവ്യയ്ക്ക് ഇടുക്കി ജില്ലാ സമ്മേളനത്തിലും രക്ഷയുണ്ടായില്ല. ഇവിടെയും പ്രതിനിധികൾ അക്കാര്യം ഉന്നയിക്കുകയും ചെയ്തു. അതിലാണ് മറുപടി വന്നത്. PP ദിവ്യക്കെതിരെ ഉചിതമായ സമയത്ത് നടപടിയെടുത്തു എന്നാണ് MV ഗോവിന്ദൻ വ്യക്തമാക്കുകയും ചെയ്തത്. എന്തായാലും ഇടുക്കിയിലെ വലിയ ഭൂപ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഇതൊക്കെ പഠിക്കുന്നതിന് വേണ്ടി M സ്വരാജിനെ നിയോഗിച്ചതായും MV ഗോവിന്ദന്റെ മറുപടിയിൽ പറയുന്നുണ്ട്. മാത്രമല്ല തൊടുപുഴയിൽ ഈ ജില്ലാ സമ്മേളനം സംഘടിപ്പിച്ചതിൽ സംഘാടനത്തിൽ അതിലൊരു പോരായ്മ ഉണ്ടായിട്ടുണ്ട്. ഉചിതമായ മറ്റൊരു സ്ഥലത്ത് നോക്കാമായിരുന്നു. തൊടുപുഴ നഗരത്തിൽ സമ്മേളനം നടത്തിയിട്ട് പോലും ഒരു ചലനം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള വിമർശനം കൂടി MV ഗോവിന്ദൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. ശരി, രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. നമുക്ക് കാസർഗോഡേക്ക് ഒരു വാർത്തയിലേക്ക് കൂടെ പോകണം. പെരിയ ഇരട്ടക്കൊല കേസിലെ പ്രതികളെ പാർട്ടി സംരക്ഷിക്കുമെന്ന് CPIM കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിലെ പ്രവർത്തന റിപ്പോർട്ട് കൊലപാതകത്തെ പാർട്ടി തള്ളി പറഞ്ഞതാണ്. എന്നാൽ പാർട്ടി നേതാക്കളെ CBI കുടുക്കിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കാസർഗോഡ് ജില്ലയുടെ മന്ത്രിമാർക്ക് അവഗണനയെന്നും വിമർശനം ഉയർന്നു എന്നാണ് വാർത്ത. അരുൺ പാറക്കൽ കാസർഗോഡ് നൽകുന്നതിന്റെ കൂടുതൽ വിവരങ്ങൾ. അരുൺ, ജില്ലാ സമ്മേളനം നടക്കുന്നു, പല കാര്യങ്ങൾ ചർച്ചയാകുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കാസർഗോഡ് നടക്കുമ്പോൾ ഈ പെരിയ ഇരട്ടക്കൊല കേസ് എങ്ങനെ ചർച്ചയാകുന്നു എന്നുള്ളതാണ്. അതിൽ കൃത്യമായി ഇപ്പോൾ പാർട്ടിയുടെ നിലപാട് എന്താണ് എന്ന് പറയുന്നു. പാർട്ടി CPIM ആ പ്രതികളെ സംരക്ഷിക്കും. ഇത് CBI കൃത്യമായ ആസൂത്രണത്തോടെ രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് നടത്തിയ നീക്കമാണ് എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ വരുന്നു. ആ രീതിയിലുള്ള വിലയിരുത്തൽ വരുന്നു. എന്താണ്, ഏത് രീതിയിലാണ് ചർച്ചകൾ? പ്രജിൻ ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. ഈ CPIM കാസർഗോഡ് ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട് വെച്ച് നടക്കുകയാണ്. ഇന്നലെയാണ് ഇതിൻ്റെ പൊതുചർച്ചയും ആദ്യ ഘട്ടത്തിലുള്ള പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചത്. പ്രവർത്തന റിപ്പോർട്ടിലാണ് CPIM ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ ഈ പെരിയ ഇരട്ടക്കൊലപാതക കേസുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് അത് അവതരിപ്പിച്ചത്. പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതികളെ അവരെ എന്ത് വില കൊടുത്തും പാർട്ടി സംരക്ഷിക്കുമെന്ന ഉറച്ച നിലപാടിൽ തന്നെ CPIM നിൽക്കുന്നു. അതുമാത്രമല്ല, KV കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ള CPIM നേതാക്കളെ, CPIM ജില്ലാ സെക്രട്ടറി അംഗമാണ് KV കുഞ്ഞിരാമൻ, മുൻ ഉദുമ MLA ആണ്. അദ്ദേഹം ഉൾപ്പെടെയുള്ള CPIM നേതാക്കളെ CBI കുടുക്കുകയായിരുന്നു. ഒരു രാഷ്ട്രീയ പകപോക്കൽ നടക്കുകയായിരുന്നു അതിന് പുറകിലെന്നാണ് CPIMന്റെ കണ്ടെത്തൽ. ആ പ്രവർത്തന റിപ്പോർട്ട് ഇന്നലെ ജില്ലാ സമ്മേളനത്തിൻ്റെ ആദ്യ ദിനം അവതരിപ്പിച്ചു. അതുമാത്രമല്ല, പ്രധാനപ്പെട്ട കാര്യം ഈ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന്, CPIM പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് വലിയ തോതിലുള്ള ഒരു വിമർശനം ഈ ജില്ലാ സമ്മേളനത്തിൽ ഉയർന്നു വന്നു എന്നതാണ്. പൊതു ചർച്ചയിലാണ് ഈ വിമർശനം ഉയർന്നു വന്നിരിക്കുന്നത്. കാസർഗോഡ് ജില്ലയുടെ മന്ത്രിമാർക്ക് സർക്കാരിന് അവഗണനയാണ് എന്നത് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. EK നായനർക്ക് ശേഷം CPIMന് ഒരു മന്ത്രി കാസർഗോഡ് ജില്ലയിൽ ഉണ്ടായിട്ടില്ല. അതുമാത്രമല്ല, വനം മന്ത്രിയെ ഉൾപ്പെടെ പരാമർശിച്ചുകൊണ്ടാണ് ഈ വിമർശനം ഉയർന്നു വന്നിരിക്കുന്നത്. ഈ പ്രശ്നങ്ങൾ, അതായത് കാസർഗോഡ് മേഖലയിലെ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യുന്നതിന് വേണ്ടി ആർക്കും സാധിക്കുന്നില്ല. ആ കാര്യങ്ങൾ ആരും തന്നെ പരിഗണിക്കുന്നില്ല. കാസർഗോഡ് ജില്ലയിലെ ഒരു പരിപാടിക്ക് വിളിച്ചു കഴിഞ്ഞാൽ വരാൻ പോലും മന്ത്രിമാർക്ക് മടിയാണ് എന്നതാണ് പ്രധാനമായും ഈ പ്രതിനിധികൾ ഉയർത്തിയ ഒരു വിമർശനമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. അതുമാത്രമല്ല, ഈ വനമേഖലയിലെ പ്രശ്നങ്ങൾ സംബന്ധിച്ച് അരുൺ പാറക്കലാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കാസർഗോഡ് CPIM ജില്ലാ സമ്മേളനത്തിൽ നടക്കുന്ന ചർച്ചകൾ എന്താണ്, അതെങ്ങനെ വരുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ അരുൺ പാറക്കൽ റിപ്പോർട്ട് ചെയ്തത്, അല്ലേ? അതെ. അപ്പോൾ നമ്മുടെ 3 ആളുടെ കൂടെ ബർത്ത്ഡേ ആണ്, അതുകൂടെ നമുക്കൊന്ന് വിഷ് ചെയ്താലോ? നമ്മുടെ ആര്യൻ ആണ് ഒരാള്, 2 രജിഷയാണ്, 3 പ്രജിന്റെ വീട്ടിൽ തന്നെയുള്ള പ്രജിന്റെ ചേച്ചിയുടെ മോൻ ആദിത്യ. അതെ, നമ്മുടെ ഫാമിലിയിലേക്ക് വന്ന ആദ്യത്തെ ആളായ ആദിത്യക്കും ആര്യനും രജിഷയ്ക്കും ഹാപ്പി ബർത്ത്ഡേ. നമുക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൂടി ഇവിടെ ഉണ്ട്. പെട്ടെന്ന് നമുക്ക് അദ്ദേഹത്തെ ഒന്ന് കാണാം. ഹായ്, ഗുഡ് മോർണിംഗ്. എനിക്ക് തോന്നുന്നു ഒരു നാടിന്റെ ഒരു ഭാഗമായിട്ട് മാറിയിട്ടുണ്ട് ഇതിനോടകം ഈ ഇവിടുത്തെ ഈ തടാകവും ഇവിടുത്തെ ഈ വാക്വേ ഒക്കെ. ഇതെങ്ങനെയാണ് നാട്ടുകാർ ഉപയോഗപ്പെടുന്നത്? ഇത് പ്രധാനമായും രാവിലെ നടക്കാനും വൈകുന്നേരത്തെ ഉല്ലാസത്തിനൊക്കെ ആയിട്ടാണ് ഇവിടെ നാട്ടുകാർ ഉപയോഗപ്പെടുത്തുന്നത്. നാട്ടുകാർ മാത്രമല്ല, ഇപ്പോൾ പുറത്തുനിന്ന് ഒരുപാട് ആളുകൾ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും മെച്ചപ്പെട്ട രൂപത്തിലേക്ക് ഇത് കൊണ്ടുപോകുന്നതിനാവശ്യമായിട്ടുള്ള ഒരു ഇടപെടൽ
ഇവിടുത്തെ MLA യും മന്ത്രിയുമായിട്ടുള്ള രാജീവിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് അതിനാവശ്യമായിട്ടുള്ള ഒരു സൗകര്യം ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പ്രദേശത്തെ വിവിധ ക്ലബ്ബുകൾ, ലൈബ്രറികൾ എല്ലാം ചേർന്നുകൊണ്ടുള്ള വലിയൊരു കൂട്ടായ്മ എൻ്റെ പിന്നിൽ പിന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അവരെല്ലാം കൂടി ചേർന്നുകൊണ്ടാണ് ഏറ്റവും ഫലപ്രദമായി തന്നെ ഈ രൂപത്തിലേക്ക് മാറ്റിയെടുത്തത്. അപ്പോൾ എങ്ങനെയാണ് ഒരു ദിവസം രാവിലെ തൊട്ട് 5 മണി തൊട്ട് എനിക്ക് തോന്നുന്നു ഇവിടെ ആൾക്കാർ ഒരു നിര തന്നെ ഉണ്ടല്ലേ, ഈ വാക്കിങ്ങിനും ജോഗിങ്ങിനും ഒക്കെ എത്തുന്ന ആൾക്കാർ? ഉണ്ട്. അവരെ അങ്ങനെ വരാനാവശ്യമായിട്ടുള്ളൊരു ഭൗതിക സാഹചര്യം ഇവിടെ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇതിൻ്റെ പിന്നെ ഓപ്പൺ ജിമ്മും അതേപോലെ തന്നെ എല്ലാ മറ്റ് സൗകര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അവർക്ക് നടക്കാനാവശ്യമായിട്ടുള്ളൊരു സൗകര്യമുണ്ട്. പിന്നെ നാട്ടുകാർ ഉപയോഗിക്കുന്ന വഴിയാണ്. ആ വഴി സംബന്ധിച്ചിപ്പോൾ പിന്നെ അത് ടൈൽ ചെയ്ത് മനോഹരമാക്കാൻ ആവശ്യമായിട്ടുള്ളൊരു പദ്ധതി MLA തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടി വരുമ്പോൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട രൂപത്തിലേക്ക് വരും. ഇത് ടൂറിസം മന്ത്രി തന്നെ ഇവിടെ ഈ കഴിഞ്ഞ പഴന്തോട് ഫെസ്റ്റിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നു. അപ്പോൾ ഇത് കുറേ കൂടി മെച്ചപ്പെടുത്തുന്നതിനാവശ്യമായിട്ടുള്ള, മനോഹരമാക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു നടപടിയെല്ലാം സ്വീകരിക്കും എന്ന് അദ്ദേഹം തന്നെ പറയേണ്ടതായിട്ടുണ്ട്. ഈ ബഡ്ജറ്റിലും ചില കാര്യങ്ങൾ ഇതിൻ്റെ വികസനവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വരും എന്നുള്ള പ്രതീക്ഷയാണ് പഞ്ചായത്തിനുള്ളത്. ആ പ്രതീക്ഷകൾ എന്തായാലും നടക്കട്ടെ. നാളെ കൂടുതൽ സുന്ദരമാകുമ്പോൾ ഞങ്ങൾ വീണ്ടും വരാം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചത്. വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ മോർണിംഗ് അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. കേവലം മിനിറ്റുകൾ മാത്രമാണ് ബാക്കി. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കോഴിക്കോട് നിന്ന് വരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ റാഗിംഗ് എന്നൊരു വാർത്തയാണ്. 11 MBBS വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തു. അതുമായി ബന്ധപ്പെട്ട് എന്നുകൂടി അറിയാൻ കഴിയുന്നു. കോളേജ് ഹോസ്റ്റലിൽ വെച്ച് ജൂനിയർ വിദ്യാർത്ഥികളെ റാഗ് ചെയ്തുവെന്നായിരുന്നു പരാതി. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് അഭിജിത്ത് മുഴക്കുന്നാണ് ചേരുന്നത്. അഭി, വെരി ഗുഡ് മോർണിംഗ്. വാർത്ത അത്ര ശുഭകരമല്ല, എന്നാൽ പോലും എന്താണ് ഇവരുടെ പരാതി? ഏത് തരത്തിലുള്ള റാഗിംഗ് ആണ് അവിടെ നടന്നത്? എന്തായാലും അധികൃതർ നടപടി സ്വീകരിച്ചു എന്നതിൽ സന്തോഷമുണ്ട്. ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. ഈ കഴിഞ്ഞ മാസം നടന്ന സംഭവമാണിത്. മെഡിക്കൽ കോളേജിലെ, ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ ജൂനിയർ വിദ്യാർത്ഥികളെ സീനിയർ വിദ്യാർത്ഥികൾ ഹോസ്റ്റലിനകത്ത് വെച്ച് റാഗ് ചെയ്തു എന്നുള്ളതാണ് ഉയർന്ന പരാതി. അത് മാനസികമായും ശാരീരികമായും ഇവർക്ക് ഇത്തരത്തിൽ റാഗിംഗ് ഏൽക്കേണ്ടി വന്നു എന്നുള്ളത് ഈ പരാതിയിൽ പറയുന്നുണ്ട്. ഈ സംഭവം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലുടെ ശ്രദ്ധയിൽപ്പെടുന്നു. തുടർന്ന് ഒരു സമിതിയെ പ്രിൻസിപ്പൽ വയ്ക്കുകയാണ്. ഈ 5 അംഗ സമിതി ഈ കാര്യങ്ങളെക്കുറിച്ച് പഠിച്ച ശേഷമാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് വന്നിട്ടുള്ളത്. റാഗ് ചെയ്തു എന്ന് അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 11 MBBS വിദ്യാർത്ഥികളെ, 11 രണ്ടാം വർഷ MBBS വിദ്യാർത്ഥികളെ നിലവിൽ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ കോളേജിൽ ഇന്ന് ആൻറ്റി റാഗിംഗ് കമ്മിറ്റിയുടെ മീറ്റിംഗ് ചേരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കൂടാതെ ഈ റിപ്പോർട്ട്, ഈ സമിതിയുടെ റിപ്പോർട്ട് മെഡിക്കൽ കോളേജ് പോലീസിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ഈ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം കൂടുതൽ നടപടി, അതായത് കേസ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുമെന്നാണ് മെഡിക്കൽ കോളേജ് പോലീസിൽ നിന്ന് നമുക്ക് അറിയാനായി കഴിയുന്ന കാര്യം. ഏതായാലും ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്, അത്ര ശുഭകരമായ കാര്യമല്ല. മെഡിക്കൽ കോളേജിൽ വെച്ചാണ് ഇത്തരത്തിൽ MBBS വിദ്യാർത്ഥികൾ ഇങ്ങനെ ഈ ഒരു റാഗിങ്ങിൽ ഏർപ്പെട്ടത്. ശരി, അഭിജിത്ത് മുഴക്കുന്നാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും റാഗിംഗ്, അതിനെതിരെ നടപടി ഉണ്ടാകുന്നുണ്ട് എന്നറിയുന്നതിൽ സന്തോഷമാണ്. നമ്മുടെ മോർണിംഗ് വാക്കിന്റെ അവസാന ഘട്ടത്തിൽ അത് പൂർത്തിയാകാനുള്ള സമയത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നേരത്തെ ക്രിസ്റ്റീന ചെറിയാൻ പറഞ്ഞതുപോലെ ഇവിടെ ഒരു കുഞ്ഞു ലൈബ്രറി അല്ലെ, കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞത്. ഒരു കുട്ടി ലൈബ്രറിയാണ്. രാഹുൽ, അതൊന്ന് കാണിച്ചു കൊടുത്താൽ നമുക്ക് ഹാഷ്മിയിലേക്ക് ഇതങ്ങ് പാസ് ചെയ്യാം. ലിറ്റിൽ ലൈബ്രറി കളമശ്ശേരി എന്നാണ്. പുസ്തകം എടുക്കുന്നവർ വായനയ്ക്ക് ശേഷം തിരികെ വെക്കേണ്ടതാണ്. എല്ലാവരും രജിസ്റ്ററിൽ പേരും നമ്പർ. അപ്പം ഒരു വോളണ്ടറി ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. മനസ്സിന് വ്യായാമം എന്നതുപോലെയാണ് വായന മനസ്സിനും. വായന നമ്മെ നല്ല മനുഷ്യരാക്കും. ഈ നല്ല ചിന്തയോടുകൂടെ നമ്മൾ ഹാഷ്മി താജ് ഇബ്രാഹിമിലേക്ക് ഇന്നത്തെ മോർണിംഗ് വാക്ക് പൂർത്തിയാവുന്നു. ഇനി വെരി ഗുഡ് മോർണിംഗിന്റെ സമയമാണ്. ഹാഷ്മി താജ് ഇബ്രാഹിം അവിടെ തയ്യാറായി സ്റ്റുഡിയോയിലുണ്ട്. ഹാഷ്മി, ഗുഡ് മോർണിംഗ്. ഓവർ ടു യു. Okay, thank you. Very good morning.